മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകരെ കയറി വരൂ. കാരണം ഞാൻ ഒരു എപ്പിസോഡിൽ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ തൊഴിൽ കൊണ്ടുവരുന്ന വിധം പറഞ്ഞു. ഈ 400-500 കോടി രൂപ പുഷ്പ എന്ന് പറഞ്ഞ ചിത്രം. രണ്ടാമത് ക്യാമറ കൈകാര്യം ചെയ്യുമ്പോൾ തൊഴിൽ കൊണ്ടുവരുന്ന വിധം പറഞ്ഞു. മൂന്നാമത് മ്യൂസിക് തൊഴിൽ കൊണ്ടുവരുന്ന വിധം പറഞ്ഞു. അതിൻ്റെ മ്യൂസിക് വിത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. ഇതെല്ലാം കൂടി ഇപ്പോൾ തന്നെ 1000 പേർക്ക് തൊഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതിൽ കുറേ പേര് കോടീശ്വരന്മാരായി, കുറേ പേര് ലക്ഷപ്രഭുക്കളായി, മറ്റു കുറച്ച് പേര് ആവറേജ് ലക്ഷം വെച്ച് ജീവിക്കുന്നു. പക്ഷേ ഇതിലെല്ലാവർക്കും തന്നെ ലക്ഷങ്ങൾക്ക് മുകളിലാണ് വരുമാനം. അപ്പോൾ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് റൺ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഡേറ്റ് 18 ഡിസംബർ 18. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അഡ്വാൻസായിട്ട് 2025 ന്യൂ ഇയർ. അപ്പോൾ ഇനി അടുത്തതിലോട്ട് ഞാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ 1000 പേർക്കോളം എത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് വരുന്നത് എഡിറ്റിംഗ്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇത്രയും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. അതായത് ഈ ചിത്രമൊക്കെ എന്ന് പറയുന്നത് ഈ 3 മണിക്കൂർ 22 മിനിറ്റുള്ള ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ നിന്ന് 3 മണിക്കൂർ 22 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇറങ്ങിപ്പോരും. പക്ഷേ ലക്ഷക്കണക്കിന് സീൻ എടുത്തിട്ടാണ് ഇത് പിന്നെ സ്റ്റുഡിയോയിലോട്ട് ചെല്ലണത്. അവിടെയാണ് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടേബിൾ ഇരിക്കുന്നത്. നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ വായിച്ചിട്ട് പോവും, എഡിറ്റിംഗ് കഴിഞ്ഞു. ഇതെല്ലാം ചിത്ര സംയോജനം എന്ന് പറയുന്ന സംഗതി കൂട്ടി യോജിപ്പിക്കുന്ന ഒരു തൊഴിൽ മേഖലയുണ്ട്. പിടികിട്ടണോ? 500 കോടി രൂപ ചിലവാക്കിയെടുക്കുന്ന ഒരു സാധനം കൂട്ടി യോജിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൊബൈലിലൊക്കെ പല സീനുകൾ എടുത്തു. നിങ്ങൾ അതിനെ പതുക്കെ ഒരു റീലിലേക്ക് കൂട്ടി യോജിപ്പിച്ച് അതിനെ ഓർഡറാക്കി കൊണ്ടുവന്നു. അതിൽ നിങ്ങൾ ഇത്തിരി പറ്റുകയാണെങ്കിൽ നിങ്ങളിൽ സ്വന്തം മ്യൂസിക് ഉണ്ടെങ്കിൽ ചെറിയൊരു മ്യൂസിക്കൊക്കെ കൊടുക്കും. അതിൽ നിങ്ങൾ ക്യാമറ ചലിപ്പിച്ചു. ഒപ്പം തന്നെ നിങ്ങളൊരു സീൻ അതിനകത്ത് സീക്വൻസ് ചെയ്യുമ്പോഴത്തേക്കും കരയണ സീനാണെങ്കിൽ കരയണ സീൻ ഒരു പ്ലേ ബാക്ക് സ്കോറിങ് കൊടുക്കും. ഒരു കോമഡി സീനാണെങ്കിൽ ഒരു പ്ലേ ബാക്ക് സ്കോറിങ് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വളരെ പ്രണയിക്കുന്ന സീനാണെങ്കിൽ അതിനൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലേ ബാക്ക് സ്കോറിങ് കൊടുക്കും. മനസ്സിലാവുകയോ? ഇത് ഇങ്ങനെയല്ലേ പോണത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് എഡിറ്റിംഗ് ടേബിൾ. ഈ എഡിറ്റിംഗ് ടേബിളിൽ ഇതിനെ കൂട്ടി യോജിപ്പിച്ച് ഓർഡറാക്കി 3 മണിക്കൂർ 20 മിനിറ്റ് 22 മിനിറ്റുള്ള ഒരു സിനിമയാക്കി മാറ്റണം. എഡിറ്റിംഗ് നിങ്ങൾ ചെയ്യണതാണല്ലോ. ഇതൊക്കെ ചെയ്യണവർക്ക് ഇപ്പോൾ പിടികിട്ടും. ഇത് എഡിറ്റിംഗ്, അതായത് നിങ്ങൾ തന്നെ 10,000 20,000 രൂപ ചിലവാക്കി ഒരു റീല് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്യണതന്നെ എത്ര ശ്രദ്ധയോടെ ആയിരിക്കും അല്ലേ? അതിൻ്റെ എക്സ്പെൻസ് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് എന്നെ അറിയാം. അപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു എഡിറ്റിംഗ് ടേബിൾ എന്ന് പറയുന്ന സാധനം വെറുതെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? ആരെങ്കിലും ഇരുത്താൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രില്യൻ്റായ, നല്ല എക്സ്പീരിയൻസ്ഡായ നല്ല ആളെ വയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ എഡിറ്റിംഗ് ടേബിൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു മൊബൈലിലിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വലിയ പ്രോജക്റ്റാണ്, വലിയ ഡാറ്റയൊക്കെയുള്ള, അത്രയ്ക്ക് 4K 8K ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഈ സാധനത്തിന് അത്രയും ഡാറ്റയുണ്ട്. ഈ ഡാറ്റയിൽ വരുന്ന ഈ സാധനം എഡിറ്റ് ചെയ്തൊരു ടേബിളിൽ അതേപോലെ തിയേറ്റർ സ്ക്രീനിൽ പോകാനും ഹൈ ക്വാളിറ്റിയിൽ ഹൈ റെസൊല്യൂഷനിലോട്ട് ഇത് മാറ്റാനും അതിൻ്റെ കളറിങ് ഒക്കെ ചെയ്ത് വരേണ്ട സംഗതിയാണത്. ആ സാധനം എഡിറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കും പോലെ സാധാരണ എക്യുപ്മെൻറ്റ്സ് ഒന്നും വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് സിനിമ ലീക്കാവാൻ പാടില്ല. ഒരു പ്രോജക്റ്റ്, വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് ലീക്കായി നിങ്ങളെ യൂട്യൂബിലും മൊബൈലിലൊക്കെ വന്നു തുടങ്ങിയാൽ നിങ്ങൾ പിന്നെ തിയേറ്ററിൽ അല്ലെങ്കിൽ അതിനെ എത്ര കണ്ട് കാണുമെന്നറിയാം. അപ്പോൾ അത് പ്രോജക്റ്റ് അതിൻ്റെ സസ്പെൻസ് പൊളിക്കാൻ പാടില്ല, ലീക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെ സെക്യൂരിറ്റി അതിനകത്ത് വെക്കണം? അവരുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറൊക്കെ ഹൈലി സെക്യൂർഡ് ആയിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, മൊബൈലിൽ തന്നെ നമ്മൾ ചെറിയ സോഫ്റ്റ്വെയർ എടുക്കണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 400 രൂപ 500 രൂപയാണ് വാർഷികം. ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയാലും, അതായത് ജെനുവിനായിട്ടുള്ള അവന് വാർഷികം 400-500 രൂപ നമ്മൾ ഫീസ് കൊടുക്കണം. അപ്പോൾ വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോഴോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിനുള്ള വലിയ സ്റ്റുഡിയോ ഒരുക്കണം. സ്റ്റുഡിയോ എന്ന് പറയുന്നത് 400-500 10 ലക്ഷം രൂപയ്ക്കൊന്നും സ്റ്റുഡിയോ ഇടാൻ പറ്റില്ല. അതൊക്കെ കോടികളുടെ കളിയാണ്. അതിനകത്തിരിക്കുന്ന എക്യുപ്മെൻറ്റ്സുകൾ മറ്റു കാര്യങ്ങളെല്ലാം കോടികൾ ഇറക്കി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ കോടികൾ ഇറക്കി വെച്ച് എക്യുപ്മെൻറ്റ്സ് വയ്ക്കുമ്പോൾ അതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് വരില്ലേ? ചീത്തയായി നന്നാക്കണ്ടേ? സാധാരണ ഒരു TV നന്നാക്കണവനെ വിളിച്ച് നന്നാക്കാൻ പറ്റുമോ? അതിന് ബ്രില്യൻ്റായ മെക്കാനിക്കും വേണം. പിന്നെ ഈ സ്റ്റുഡിയോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എത്ര പേർക്ക് തൊഴിൽ കിട്ടണം നോക്കുക സ്റ്റുഡിയോക്കകത്ത്. തൂപ്പ് ജോലിക്കാർ മുതൽ
അതിനകത്ത് സർവീസ് ചെയ്യണവർ മുതൽ ഇവർക്കൊക്കെ ജോലി കിട്ടുകയാണ്. ഇനി അതവരെ നിൽക്കട്ടെ, തൊഴിൽ പറഞ്ഞ വഴി പറഞ്ഞാണ്. അപ്പോൾ ഈ പ്രോജക്റ്റുകൾ നടന്നാലേ തൊഴിൽ വരുള്ളൂ, വലിയ സ്റ്റുഡിയോയിൽ വലിയ രീതിയിൽ തൊഴിൽ വരുള്ളൂ. അപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ ഈ സാധനം എത്തി. എഡിറ്റിംഗ് ടേബിളിൽ ഈ സാധനം എത്തിക്കഴിഞ്ഞാൽ ഈ ചിത്രം സംയോജിപ്പിക്കാൻ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചിത്ര സംയോജകരുണ്ടാവും. അത് ചിലപ്പോൾ 1 or 2 പേരായിരിക്കും. ഇതേപോലെ തന്നെ അത് സ്ക്രിപ്റ്റ് ചെയ്ത് ഇതെല്ലാം അവിടെ വരണം. സ്ക്രിപ്റ്റും കൊണ്ട് ഈ അസിസ്റ്റ് ഡയറക്ടേഴ്സ് ഇവരെല്ലാവരും കൂടെ അതിനകത്ത് വരേണ്ടി വരും. അവരിരുന്നാണ് ഇത് എഡിറ്റ് ചെയ്യണത്, കൂടെ ഇരുന്നിട്ടാണ്. അവരുടെ ശമ്പളമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ എഡിറ്റ് ചെയ്യണ ഈ പ്രധാനപ്പെട്ട 2 പേർക്കും തന്നെ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ എഡിറ്റിംഗ് ടേബിളിൽ നമ്മൾ സ്റ്റുഡിയോ ഫീസും മറ്റു കാര്യങ്ങളും ഒഴിച്ച് ഇവരുടെ ശമ്പളം തന്നെ ഒരു 50 ലക്ഷം രൂപ വരും. വിശ്വാസം വരണില്ലേ? വലിയ പ്രോജക്റ്റുകളൊക്കെ എഡിറ്റ് ചെയ്യണവൻ്റെ ശമ്പളം 10-50 ലക്ഷം രൂപ വരും ഒരു പ്രോജക്റ്റിന്. 2 വർഷം കൊണ്ടാണ് ഓടുന്നത്. 2 ലക്ഷം പ്രഭുക്കളെ കൂടെ സൃഷ്ടിച്ചു എന്നാണ് ഞാൻ പറയണത്. പിന്നെ സ്റ്റുഡിയോ ഇട്ടിരിക്കണമേ വെറുതെ ഇട്ടിരിക്കണതാ. സ്റ്റുഡിയോ കോടിക്കണക്കിന് രൂപ ഇറക്കിയിരിക്കുകയില്ലേ, അവന് കോടിക്കണക്കിന് രൂപ ട്രാൻസാക്ഷൻ നടക്കണ്ടേ. അപ്പോൾ അവിടെ ഒരു ബിസിനസ് കിടക്കുകയാണ്. പിന്നെ ഇതിനകത്തിരിക്കുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ ഇതുപോലെ വലിയ പ്രോജക്റ്റ് നടന്നാലേ വലിയ എക്യുപ്മെൻറ്റ്സ് ഇറക്കുള്ളൂ. ഈ വലിയ എക്യുപ്മെൻറ്റ്സ് ഇറക്കിയാലല്ലേ വലിയ എക്യുപ്മെൻറ്റ്സ് ചെയ്യുന്ന കമ്പനിയൊക്കെ വരുമാനം വരുള്ളൂ. അല്ലാതെ നിങ്ങൾ ഓഫീസിൽ വാങ്ങിച്ച് വെച്ചിട്ട് ഈ പരിപാടി ചെയ്യും ഇവിടെ. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ച് വയ്ക്കുമോ? നമ്മൾ വീട്ടിലാണ്, നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ 50,000 രൂപ 2 ലക്ഷം രൂപ മൊബൈൽ വാങ്ങിച്ച് കയ്യിൽ വയ്ക്കും. നിനക്ക് ആവശ്യമില്ലല്ലോ, നിനക്ക് നോളജ് ഇല്ലല്ലോ, നിനക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളത് വാങ്ങണില്ല. നമുക്ക് മൊബൈൽ ആവശ്യമുള്ളതുകൊണ്ട് 2 ലക്ഷത്തിന് വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ ആവശ്യം ഉണ്ടാവണമെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ ആൾ വേണം. അപ്പം നോക്കിയാൽ അവിടെ ഒരു ലക്ഷപ്രഭുവിനെ ജനിപ്പിച്ചു. ചെറിയ പ്രോജക്റ്റല്ല, വലുതാണ്, അല്ലെ ലോങ് പീരീഡ് ആണ്. പിന്നെ ഇവർക്ക് അസിസ്റ്റ് 3-4 പേര് കാണും. അവർക്കും നിങ്ങൾ ഉദ്ദേശിക്കണ പോലെയല്ല, അത് 2-2.5-3 ലക്ഷം രൂപ മുതൽ മാസ ശമ്പളം അതൊരു എമൗണ്ട് വരും. അതൊരു 3 പേരെ നമ്മൾ ഇട്ടാൽ പോലും 4 പേരായി. കാരണം എഡിറ്റിംഗ് സ്റ്റുഡിയോ 4 പേരൊക്കെ മതിയാവും, വേറെ അതിനകത്തൊന്നുമില്ല. ബാക്കി നേരത്തെ പറഞ്ഞ അസിസ്റ്റ് പറഞ്ഞവരാണ് ഇവിടെ ഇരുന്നിട്ട് ഈ സീനൊക്കെ എഡിറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഓൾറെഡി സാലറി പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ അവിടെയും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 10 പേരുടെ തൊഴിലായി. പിന്നെ ഈ സ്റ്റുഡിയോ മെയിൻറ്റെയിൻ ചെയ്യണവർ, മറ്റു കാര്യങ്ങൾ, പിന്നെ സ്റ്റുഡിയോയുടെ എക്യുപ്മെൻറ്റ്സ്, അങ്ങോട്ടൊന്നും ഞാൻ കിടക്കണില്ല, അതവിടെ നിന്നോട്ടെ. ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിങ്ങൾ എടുത്ത് ചിത്ര സംയോജനം ചെയ്ത് വരുന്ന കാണുന്നതാണ് തിയേറ്ററിൽ പടം. അപ്പോൾ അവിടെയും സൃഷ്ടിച്ചു 1 ലക്ഷപ്രഭു. മീഡിയ ലക്ഷങ്ങൾ വാങ്ങണവർ, തൊഴിൽ പറഞ്ഞ വഴി അറിയാമല്ലോ, മനസ്സിലാക്കൂ. അടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഗാനരചന. കാരണം ഇതൊക്കെ നമുക്കൊരു എപ്പിസോഡിൽ പറഞ്ഞു. ഗാനരചന, പാട്ടുകൾ രചിക്കുക എന്ന് പറയും. പാട്ടുകൾ രചിക്കുന്നവർക്ക് മുൻപാണ് വലിയ പൈസയൊന്നും ഇല്ലായിരുന്നു, 2000, 4000, 5000 ഒക്കെ. ഇന്ന് പാട്ട് രചിച്ച് കൊടുക്കണമെങ്കിൽ അതായത് ഒന്നേ ട്യൂണിനനുസരിച്ച് രചിക്കണം, അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് രചിക്കണം. ഇതിൽ ഏതാണോ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും കൂടെയാണ് തീരുമാനിക്കുന്നത്. ഇതിനനുസരിച്ച് പാട്ട് രചിക്കണമെങ്കിൽ അവൻ്റെ തലയ്ക്കകത്ത് നല്ല ബ്രെയിൻ ഉള്ളവനായിരിക്കണം. അവന് ഒരു പാട്ടിന് മിനിമം 2 ലക്ഷം രൂപ വെച്ച് അവ ഈടാക്കും. 5 പാട്ട് രചിക്കുന്നതിന് 10 ലക്ഷം രൂപ ഈടാക്കും. മിനിമം ഉള്ള ആവറേജ് സിനിമയിലെല്ലാം ഇപ്പോൾ 25,000 രൂപ 50,000 രൂപയാണ് പാട്ട് രചിതാവ് വാങ്ങുന്നത്. അതായത് നല്ല ചോദിച്ച് വാങ്ങാൻ കഴിവുണ്ടെങ്കിൽ ഏറ്റവും ലോക്കൽ പടത്തിന്, നമ്മൾ സാധാ സിനിമകൾക്കൊക്കെ. ഇതിനൊക്കെ 2 ലക്ഷം രൂപ കുറഞ്ഞ് രചിച്ചു കൊടുക്കുക ഒരു സാധ്യതയില്ല. നിങ്ങളെന്ന് നോക്കിക്കുക, 5 പാട്ടുണ്ട്. 5 പാട്ട് 5 പേര് രചിച്ചാൽ പോലും ഒരാൾക്ക് 2 ലക്ഷം രൂപ വെച്ച് 10 ലക്ഷം രൂപയായി. അതായത് ഒരാൾ 2 ലക്ഷം രൂപ, അതായത് ഒറ്റ സ്റ്റെപ്പ് അവൻ എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ വന്നു. ഇങ്ങനെ അവൻ എത്ര പടത്തിന് പാട്ട് രചിക്കുമെന്ന് അറിയാമോ? ഒരു വർഷം നല്ല പാട്ടുകളൊക്കെ ക്ലിക്കാവണമെങ്കിൽ അവന് പറപറാ രചന വരും. അപ്പോൾ അവിടെയും 5 പേരാണ് രചിക്കണമെങ്കിൽ 5 ലക്ഷം പ്രഭുക്കൾ വന്നു. 5 ലക്ഷം വന്നവർ വന്നു. പ്രഭുക്കളായില്ല, കാരണം അതിനകത്ത് അവർക്ക് എക്സ്പെൻസ് ഉണ്ട്, കാരണം അവർ ചിലവൊക്കെ നോക്കണമല്ലോ. അവിടെ 5 പേർക്ക് തൊഴിലായി. അപ്പോൾ എഡിറ്റിങ്ങിന് ബാക്ക്ഗ്രൗണ്ട് പിന്നെ എഡിറ്റിങ്ങിനൊപ്പം ഞാൻ സോങ് റൈറ്റിംഗ് പറഞ്ഞു, മനസ്സിലായോ? 5 പേർക്ക് കൂടെ അവിടെയും തൊഴിലായി. അവിടെ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം വരെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞതാണ് എൻ്റെ മോനെ ആർട്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അത് നിങ്ങൾ 2, 4, 5 എപ്പിസോഡ് പറഞ്ഞാൽ തീരില്ല. ഞാൻ ഇതിൽ പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കാം. ആർട്ട് ഡയറക്ഷൻ, നിങ്ങൾ സിനിമയിൽ ആർട്ട് ഡയറക്ഷൻ നോക്കിയേ.
ഒരു ചെറിയ സിനിമയ്ക്ക് പോലും ആർട്ട് ഡയറക്ഷൻ വലുതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു ഓഫീസ് ഒരുക്കണമെങ്കിൽ, ഒരു പോലീസ് സ്റ്റേഷൻ ഒരുക്കണമെങ്കിൽ, ആ പോലീസ് സ്റ്റേഷനെല്ലാം ഇപ്പോൾ കൃത്രിമമായിട്ട് ചെയ്യണതാണ്. അല്ല പോലീസ് സ്റ്റേഷനിൽ പോയി ചിത്രീകരിക്കാൻ കൊടുക്കുമോ? ഇവിടെ ഇടയ്ക്കൊരു സിനിമ, ഫാസിലിൻ്റെ അടുത്ത സിനിമ നമ്മളെ ഹോസ്പിറ്റലിൽ പോയി ചിത്രീകരിക്കാൻ പോയി വലിയ പ്രശ്നമായി. അതിലോട്ടൊന്നും കിടക്കില്ല, അത് കുറ്റം പറയണമല്ല, നമുക്കൊരിക്കലും പുറത്ത് ചിത്രീകരില്ല. അപ്പോൾ അത് അതേപടി സെറ്റ് ഇടണം. ഒരു സെറ്റ് ഇടണമെങ്കിൽ, ഏറ്റവും ചെറുതാണ് പറഞ്ഞത്, ഒരു സെറ്റ് ഇടണമെങ്കിൽ എത്ര വർക്കേഴ്സ് വേണം? ഇതെല്ലാം പ്രോഡക്റ്റ് വാങ്ങണം, കീറി മുറിക്കണം, അതിനെല്ലാം ഫിറ്റ് ചെയ്യണം, ഫിറ്റ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് പെയിൻറ്റ് ചെയ്യണം, പെയിൻ്റ് എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഓഫീസിനകത്ത് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കണം. ഇതിനൊക്കെ എത്ര തൊഴിലാളികൾ വേണമെന്നറിയാം. ഒരു സാധാരണ പടത്തിൻ്റെ ആർട്ട് ഡയറക്ഷന് പോലും 10 മുതൽ 50 പേരെ തൊഴിലാളികൾ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇത് ഓരോ സീനിനും ഓരോ ഇത് വേണ്ടേ. അപ്പോൾ നിങ്ങൾ പുഷ്പയുടെ ആർട്ട് വർക്ക് നോക്കിയേ. ഒരു പാട്ട് സീനിൽ തന്നെ 4-5 സെറ്റാണ് കാണിക്കുന്നത്. അത് മറ്റേ 100 സ്ക്വയർ ഫീറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന സെറ്റല്ല, വലിയ സ്റ്റുഡിയോയിൽ ഇട്ടിരിക്കുന്ന സെറ്റാണ്. ഒരു പാട്ട് സീനിൽ തന്നെ 4-5 സെറ്റ്. ഇതിനൊക്കെ ഈ സെറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സാണ്. നിങ്ങൾക്കറിയാമല്ലോ സാധാ എൻജിനീയർക്ക് പോലും വരുമാനം എന്താണെന്ന്. അപ്പോൾ ഇതിനകത്ത് വയ്ക്കണ, അതായത് ഇതിലൊക്കെ സെറ്റ് ഇടുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കെട്ടിടം പണിയും പോലെയും അല്ല. കെട്ടിടം പണിയുന്നതിന് ആവറേജ് ഭാവന മതി, അവർ ബേസ് പഠിപ്പിക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, എത്ര ബേസ് പഠിച്ച് വന്നാലും സീനിനനുസരിച്ച് സെറ്റ് പണിയണം. ഇതാണ് സീൻ. ഇത്ര വർഷത്തിന് മുമ്പ് സാബുസുരില്ല, നിങ്ങൾ ബാഹുബലിയിൽ നോക്കിയേ, എത്രയോ പിൻകാലത്തിലുള്ള സെറ്റാണ് ഇട്ടിരിക്കുന്നത്. ആ സെറ്റ് ഇടണമെങ്കിൽ, ആ സെറ്റിട്ട് ചിത്രീകരിക്കണമെങ്കിൽ അത്രയും ഡയറക്ടർക്കൊപ്പം ഭാവന ആർട്ട് ഡയറക്ടർ വേണം. അപ്പോൾ അങ്ങനെയുള്ള 10 ആർട്ട് ഡയറക്ടർമാർ സിനിമയിൽ, ഒരു മെയിൻ ആർട്ട് ഡയറക്ടറും അയാൾക്ക് അസിസ്റ്റ് ചെയ്യാൻ 10-15 പേരുണ്ടാവും. നക്കാപ്പിച്ച പൈസയ്ക്ക് കിട്ടുമോ? ചെറിയ പൈസയ്ക്ക്. സാബുസുരിൻ്റെ ശമ്പളം അറിയാമല്ലോ നിങ്ങൾക്ക്, കോടികൾ വരും. പിന്നെ അയാൾ അസിസ്റ്റ് 50 ലക്ഷത്തിന് മുകളിൽ വരും എല്ലാവർക്കും. അല്ലാതെ ഒന്നും കിട്ടില്ല. ഒരു പ്രോജക്റ്റിൻ്റെ ശമ്പളമാണ് ഞാൻ പറയുന്നത്. ഒരു പ്രോജക്റ്റ് 1 വർഷം 2 വർഷം നിൽക്കും. അപ്പോൾ 10 അസിസ്റ്റ്, ഇത് വലിയ പ്രോജക്റ്റാണ്. 10 അസിസ്റ്റെങ്കിലും വേണം. മെയിനായിട്ടുള്ളൊരു സാബുസുരിനെ പോലെ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആർട്ട് ഡയറക്ടർ രാമകൃഷ്ണ ആൻഡ് മോണിക്ക നിഗോഗ്രെ, പേരെ കേട്ടിട്ട് പുറത്തോട്ടൊക്കെ നോക്കണം. അപ്പോൾ ഡോളർ കൺവേർട്ടായിരിക്കും. ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത് ആവറേജ് ഒരാൾക്ക് 2 കോടിയെങ്കിലും കാണും. പിന്നെ 10 അസിസ്റ്റ് വെച്ചാലും 10 അസിസ്റ്റന് 50 ലക്ഷം വെച്ച് പോകും പ്രോജക്റ്റ് തീരുമ്പോൾ. പിന്നെ ഈ സെറ്റെല്ലാം ഇടാൻ 5-10 തൊഴിലാളികൾ മതിയാ. 100, 200, 300 തൊഴിലാളികൾ രാപ്പകൽ പണിയെടുക്കണം. കാരണം എല്ലായിടത്തും സീന് മാറണം, എല്ലാം വലിയ സെറ്റ്, വലിയ അറേഞ്ച്മെൻറ്റ്സ്. ഇത് പടത്തിൽ ഫുള്ളുണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 500 തൊഴിലാളികൾ അഘോരാർത്ഥം പണിയെടുത്ത്, 10 മെയിൻ എഞ്ചിനീയേഴ്സ് പണിയെടുത്ത്, നല്ല ഭാവനയോടെയുള്ള 1-2 മെയിൻ ഡയറക്ടേഴ്സ്, ആർട്ട് ഡയറക്ടേഴ്സ്, കുറഞ്ഞത് 600 പേർക്ക് തൊഴിൽ. ബാക്കി വരുന്ന 500 പേരിൽ പലരും ബ്രില്യൻ്റാണ്. കാരണം ഇതെല്ലാം ഇവരുടെ അനുസരിച്ച് അവർ ചെയ്യണം. അവർക്ക് ശമ്പളം, കാർപ്പൻ്ററൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ കുറഞ്ഞ ശമ്പളം തന്നെയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഒരു നിശ്ചിത തുക മാറ്റി വെച്ചിട്ട് ഇവരെ കൂടെ പരിഗണിക്കണമെന്ന്, ഇവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന്. മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി. ബാക്കിയുള്ളവർക്ക് വലിയ ശമ്പളം, ഇവർക്കൊക്കെ ഒരു 10, 50, 100 ദിവസം തൊഴിൽ കിട്ടും. അതിനൊക്കെ ഒരു ദിവസം 1000 രൂപ, 1200 വെച്ചൊക്കെ കിട്ടുകയുള്ളൂ. അവർക്കതൊന്നും ആവില്ല, വീട്ടിൽ ചിലവിൻ്റെ പൈസ ആവില്ല. കാരണം 5-6 മാസം കിടക്കണമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സാമ്പത്തിക നേട്ടമൊന്നും അതിനകത്തും, സാമ്പത്തിക നേട്ടമായിട്ടുണ്ടാവില്ല, തൊഴിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്ക് 2 കോടിയും, അടുത്ത തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്ക് 50 ലക്ഷവും, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നവർക്ക് 10 to 20 ലക്ഷം രൂപ വരെ 10-100 പേർക്ക് കിട്ടും. കണ്ടിരുന്നു. ബാക്കി എല്ലാവർക്കും ഒരു ആവറേജ് 2-3 ലക്ഷം രൂപ വരെ കിട്ടും. തൊഴിൽ പറഞ്ഞ വഴി. അപ്പോൾ അവിടെയും 10-600 പേർക്ക് തൊഴിലായി. അപ്പോൾ തന്നെ ഇത്രയും പറഞ്ഞപ്പോൾ 1600 പേർക്ക് തൊഴിലായി. ആലോചിച്ച് നോക്കൂ, 1600, ഏകദേശം നമ്മൾ 1600 പേർക്ക് ഇപ്പോൾ തന്നെ തൊഴിലായി. വ്യവസായം പറഞ്ഞ വഴി. ഇങ്ങനെ വരുന്ന വ്യവസായം, ഇതുപോലെയാണ് ഓരോ പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു $1000 കോടി നമ്മളൊരു പ്രോജക്റ്റ് ഇവിടെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര പേർക്ക് തൊഴിൽ വരും, എത്ര പേര് ലക്ഷപ്രഭുക്കളാവും, എത്ര പേര് കോടീശ്വരന്മാരാവും, എത്ര പേർക്ക് അവസരം കിട്ടും. ആലോചിച്ച് നോക്കൂ. ഇതെല്ലാം കഴിവുള്ളവരുടെ കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന എല്ലാ കാര്യങ്ങളെയും
നമ്മളെ ജോലിയാണോ നഖശികാന്ത് എതിർക്കണത്? പഠിക്ക്, സ്റ്റഡി ചെയ്. നിങ്ങൾ ഓരോന്ന് കാണുമ്പോൾ സ്റ്റഡി ചെയ്യും. നിങ്ങളെ വീട്ടിലൊരു പെന്നിരിപ്പുണ്ടെങ്കിൽ ആ പെൻ എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുക. ആ പ്രൊഡക്ഷൻ്റെ ഒരു നിബ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുക. ആ നിബ് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അത് ആര് കണ്ടുപിടിച്ചെന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിനെ അനലൈസിസ് നോക്കി എത്ര സ്പെയർ പാർട്സ് ചേർന്നിട്ടാണ് ഒരു പെന്ന് രൂപാന്തരപ്പെടുന്നത്. അതാ ഈ പെന്ന് ഇതാണ്ടോ. ഞാൻ 2 പെന്ന് നിങ്ങൾക്ക് ഉദാഹരണം കാണിക്കുകയാണ്. ഇതൊരു ആർട്ട് ഡയറക്ഷനിലോട്ട് വിടാം. ഇതാ നോക്കി എത്ര സ്പെയർ ആണ്. 1, ഇതിൻ്റെ ബാക്കിൽ 2, ദെൻ നിബ് 3, ഇതിൻ്റെ ഇൻസൈഡിൽ ട്യൂബ് 4, ഇതിൻ്റെ ഔട്ട് ഓഫ് ഫ്രെയിം 5. ഇതൊക്കെ ഇതാ കണ്ടല്ലോ. ഇങ്ങനെ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. നിങ്ങൾ ഈ 24 മണിക്കൂറും വല്ല മതവിശ്വാസികളും മറ്റവരും പറയും പോലെ അങ്ങനെ ആരോ ഒന്നും നമുക്ക് എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ ഒരു നെൽമണി പോലും ഒരാളും ഉണ്ടാക്കില്ല, ഒരു ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ഈ പെന്ന് നിങ്ങൾ തന്നെ പ്രൊഡക്ടിവിറ്റി ചെയ്യണം. നിങ്ങൾ ഒരു വിശ്വാസവും നിങ്ങൾക്ക് ഒരു പ്രൊഡക്ടിവിറ്റി തരൂല. അത് നിങ്ങളുടെ മനസ്സിന് ഒരു ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ. നിങ്ങൾ എന്തോ ചെയ്യണ കൈക്കൂലി കൊടുത്ത് ഈശ്വരനെ വാങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരി, അതങ്ങനെ പോട്ടെ. പക്ഷെ പകരം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് വീട്ടിൽ ആഹാരം കഴിക്കണമെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം. പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യണം. കർഷകൻ. ആ കർഷകൻ ഇന്ന് സമ്പന്നനായിരിക്കണം. എങ്കിൽ മാത്രമാണ് പ്രൊഡക്ടിവിറ്റി കൂടൂ. ഇല്ലെങ്കിൽ അവൻ ദരിദ്രനാവുന്നതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കുറയും. പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും? ഓപ്പൺ മാർക്കറ്റിൽ വില കൂടും. അരിക്ക് വില കൂടും, സവാളയ്ക്ക് വില കൂടും, ചെറിയ ഉള്ളിക്ക് വില കൂടും. ഞാൻ അരിയുടെ വില പറഞ്ഞുതരാം. അരി ഇത്തിരി നല്ല അരിപ്പ് വാങ്ങണമെങ്കിൽ 55 രൂപ. സവാള ഇന്നലെ ഞാൻ വാങ്ങി വീട്ടിലേക്ക് 85 രൂപ. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു. അപ്പോൾ അവർ ആ മേഖലയിൽ നിന്ന് പിന്മാറും. പാലിപ്പോൾ 55 രൂപ. മനസ്സിലാവണുണ്ടോ? നിങ്ങൾ ചായ കുടിക്കാൻ പോയി ഇപ്പോൾ മിനിമം 10 to 20 രൂപയാണ്. ദോശ 10 രൂപയ്ക്കല്ലാണോ? ഇതെങ്ങനെ സംഭവിക്കുന്നത്? പ്രൊഡക്ടിവിറ്റി കുറയുന്നു. പക്ഷെ വാങ്ങി കഴിക്കാൻ ആളിഷ്ടം പോലെ ഉണ്ട്. വാങ്ങാൻ ആൾ കൂടുന്നു, പ്രൊഡക്ടിവിറ്റി കുറയുന്നു. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞാൽ വില കൂടും. പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നത് ആരാണ്? നമ്മൾ അവനെ അംഗീകരിക്കൂല. പാവ കർഷകൻ അംഗീകരിക്കൂല. അവൻ 1200 രൂപ പെൻഷൻ കൊടുക്കും. അവൻ 60 വയസ്സ് കഴിഞ്ഞാൽ 10,000 രൂപ മിനിമം പെൻഷൻ കൊടുക്കണം. 65 കഴിഞ്ഞാൽ 15,000 രൂപ കൊടുക്കണം. എൻ്റെ മിനിമമാണ് പറയണേ. 60 വയസ്സ് വരെ കർഷകനായിരിക്കുന്ന ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. 70 വയസ്സ് കഴിഞ്ഞാൽ അവന് 20,000 രൂപ പെൻഷൻ കൊടുക്കണം. 75 വയസ്സ് കഴിഞ്ഞാൽ 30,000 കൊടുക്കണം. എല്ലാ കർഷകർക്കും അടിസ്ഥാന കർഷകരുടെ കാര്യമാണ് പറയണത്. എല്ലാ കർഷകരുടെ വീട്ടിലെയും കുട്ടികൾക്ക് ഹൈ എഡ്യൂക്കേഷൻ ഫ്രീ കൊടുക്കണം. മിനിമം 20-25 ലക്ഷം രൂപയുടെ ഫുൾ സ്റ്റാർ ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ട ഇൻഷുറൻസ് ഫ്രീ കൊടുക്കണം. അവന് ഏത് ഓഫീസിലും കടന്നു പോയ ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞേക്കാളും വില കിട്ടണം. അവനെ സമൂഹ അവാർഡുകൾ കൊണ്ട് പൊതിയണം. അങ്ങനെ നമ്മൾ ടാക്സ് വരുന്നതിൻ്റെ ഒരു 30% പേരെങ്കിലും ഇവർക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളെ പിള്ളേരെല്ലാം അതിൽ പോയി ഇറങ്ങും. ടെക്നോളജിയായിട്ട് വലിയ കൃഷി ചെയ്യാൻ ഇപ്പോൾ 4-5 പേര് മതി 10,000 ഏക്കറിൽ കൃഷി ചെയ്യാൻ. അത്ര ടെക്നോളജി വളർന്ന് പിള്ളേരിട്ടില്ല. എന്നിട്ട് നമ്മൾ പിള്ളേർ അതിൽ വരാത്തെന്താണ്? അംഗീകരിക്കൂല. അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയും. പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ വില കൂടും. വില അമിതമാകുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ വീട്ടിലെ വരുമാനം കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? വാങ്ങാൻ കഴിയാതെ വരും. വാങ്ങാൻ കഴിയാതെ വരുമ്പോൾ വിപ്ലവം ഉണ്ടാവും, സ്വാതന്ത്ര്യ സമരം. അല്ലാതെ ബ്രിട്ടീഷുകാരനോ വേറൊരാൾ നമ്മൾ അടിമയായി വയ്ക്കുമ്പോൾ മാത്രമല്ല സുഹൃത്തെ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്, സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. വിലകൾ അമൃതമായി വർദ്ധിച്ചോട്ടെ. കോടതികളിൽ നമ്മളെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകട്ടെ. ജനം തെരുവിലിറങ്ങും. നിങ്ങളുടെ വീട്ടിലെ വരുമാനത്തിനേക്കാൾ എക്സ്പെൻസ് 10,000 മടങ്ങ് കൂടിയാൽ എന്ത് ചെയ്യും? കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റണില്ല. കറണ്ട് ബില്ല് ഡെയിലി 2,000 രൂപ വെച്ച് വർദ്ധിക്കും. പിന്നെ 2,000-3,000 പറഞ്ഞ് 2 മാസം ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വരുമാനം അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവും. നിങ്ങളുടെ വരുമാനം കുറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇല്ല. വരുമാനം കുറഞ്ഞു, എക്സ്പെൻസ് കൂടുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ജനം തെരുവിലിറങ്ങും. അവിടെ ഒരു നിയമം ഒന്നിനെയും ബാധിക്കൂല. ജനം എല്ലാവരും കയറിയെടുക്കും. നിങ്ങൾ കണ്ടില്ലേ ശ്രീലങ്ക? ഈ കണ്ടിട്ട് എത്ര ദിവസമായി? ഞാനിതൊക്കെ ഇതിനകത്ത് പറയണേ എന്തിനെന്ന് മനസ്സിലായോ? വ്യവസായങ്ങളുണ്ടാവണം. നിങ്ങൾ നഖശികാന്ത് എന്തിനെ എതിർക്കരുന്ന പരിപാടിയൊക്കെ നിർത്തുക. ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. നിങ്ങൾ തിങ്ക് ചെയ്യ്. നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് അല്ലേ മലയാളി എന്നല്ലേ പറയണത്, എന്നല്ലേ അവകാശപ്പെടുന്നത്. സ്കൂളിൽ അധ്യാപകർക്ക് PhD എടുത്ത പ്രിൻസിപ്പാളിനോ വളരെ വിദ്യാഭ്യാസമുള്ള +2 ചീറ്റ് അധ്യാപകർക്കും ഇങ്ങനെയൊന്നും ഒരു മൈൻഡ് വരണില്ല. അങ്ങനെ ഒരു മൈൻഡ് വന്നാലല്ലേ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികൾ നല്ല ടോപ്പായിട്ട് പുറത്തിറങ്ങുള്ളൂ.
പകരം സങ്കുചിത ചിന്തയോടുകൂടി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അഗ്രികൾച്ചറുകാരന് തന്നെ ആദ്യം മോശമായിട്ട് ചിത്രീകരിക്കുക. നമ്മളെ ഭക്ഷണം തന്ന് നമ്മളെ ഊട്ടണ ദൈവത്തെ തന്നെ നമ്മൾ ആദ്യം തള്ളിപ്പറയണം. നിനക്കാരോ എനർജി തരുന്നവൻ ഗോഡ്. എനർജി പ്രദാനം ചെയ്യുന്ന ആരാണ്? പ്രകൃതി. അതിനൊരു ഒരു പ്രോഡക്റ്റാക്കി മാറ്റി, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി നമ്മളെ മേശപ്പുറത്ത് എത്തിക്കുന്നത് ആരാണ്? കർഷകൻ. അപ്പോൾ അവൻ ദൈവമാണ്, അവനാണ് ദൈവം. അല്ല നീയും ഞാനാണെടാ? അല്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളാണോ? അല്ല. പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, എനർജി ഉണ്ടാക്കണവനാണ് ഗോഡ്. എനർജി പ്രകൃതി ഉണ്ടാക്കണതാണ്. നിങ്ങൾ നോക്ക്, എനർജി നഷ്ടപ്പെട്ടാൽ നമ്മൾ മരിക്കും. നമ്മുടെ ബോഡി അടുത്ത ഒരു വർക്കിലോട്ട് പ്രോസസ്സായി പോകും. പ്രകൃതി നിയമമാണ്, എനർജിയാണ്. നിങ്ങൾ രാവിലെ ചെല്ലേണ്ടത് അങ്ങ് ചെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എനർജി ഉണ്ടാവും. 2 ദിവസം പട്ടിണി കിട്ടുമോട്ടെ, വെള്ളം തരാതിരുന്നുകൊണ്ട്, ജലം എന്ന് പറയുന്ന സാധനം ഇല്ലാതിരുന്ന ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ എനർജിയിലാണ്. ഒരു ഗോഡും നിങ്ങൾക്ക് ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കി തരില്ല. പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഗോഡ്. അത് നല്ലപോലെ ഉണ്ടാക്കുമ്പോൾ വില താന്നേക്ക് സുഹൃത്ത്. നിങ്ങൾക്ക് വരുമാനത്തിനേക്കാളും കുറച്ച് സാധനം വാങ്ങാൻ കിട്ടും. അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് തൊഴിൽ, അതാണ് പുഷ്പ ഒരു സിനിമയായിട്ടല്ല ഞാൻ കണ്ടത്. സിനിമയിൽ കുറേ യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പല മേഖലയും കൂടെ മനസ്സിലാക്കിയിട്ട് അതൊരു ബോറും അല്ലാത്ത സിനിമ, അതിനെ ഒട്ടും ബോറില്ലാത്തൊരു പടം. അത് മനസ്സിലാവാത്തവർ കുറേ അതിനങ്ങ് അറ്റം തറ പറ്റിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബ്ലോഗോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറന്നു വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ യാതൊക്കെ പടത്തിന് നിർത്തല പടമൊക്കെ ഞാൻ സാറിന് സിനിമ ആണ് ഇപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് സാമ്പത്തികം ഞെരുക്കൊണ്ടാണ് സിനിമ കാണാത്തത്. ബ്ലോഗ് ചെയ്യാനൊന്നും പോയിട്ടില്ല ഇന്ന് വരെ. പക്ഷേ ഇനി ഞാൻ ഉണ്ടാവും, നിങ്ങളെ പുറകെ ഞാൻ വരും. നിങ്ങൾ എന്തിനേക്ക് നഖശികാന്ത യൂട്യൂബിലും മറ്റ് പരിപാടിയിലും കൂടി നിങ്ങൾ വ്യവസായത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ തൊഴിൽ അതെങ്ങനെ കൊടുക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരും. 10-25 മിനിറ്റായി. അതുകൊണ്ട് സ്കൂളിലെ വിദ്യാസമ്പന്നരായ മലയാളി ചേഞ്ച് യുവർ മൈൻഡ്. ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. സ്കൂളിലെ ടീച്ചേഴ്സ്, സ്കൂളിലെ പ്രിൻസിപ്പാൾ, സ്കൂൾ മാനേജ്മെൻറ്റ്, ഓൾ ഗവൺമെൻറ്റ്സ്, ചേഞ്ച് യുവർ മൈൻഡ്. സ്കൂളിൽ നിന്ന് കുട്ടികൾ പുസ്തകം തിന്നല്ല പുറത്തിറങ്ങേണ്ടത്. പുസ്തകം പഠിക്കുന്നത് നമ്മളത് എഴുതാനും വായിക്കാനും തിരിച്ചറിയാനും വേണ്ടിയാണ്. നിങ്ങൾ ലോകത്തെ മനസ്സിലാക്ക്, മണി എങ്ങനെ വരുന്നെന്ന് മനസ്സിലാക്ക്, എന്നിട്ട് എന്തിനേക്ക് അംഗീകരിക്കണമെന്ന് മനസ്സിലാക്ക്, എന്നിട്ട് ആരെ ദൈവമായിട്ട് കാണണമെന്ന് മനസ്സിലാക്ക്. ചേഞ്ച് ചെയ്യൂ. ഞാൻ പുഷ്പ വഴി ഓർമ്മിക്കണു, പ്രിയ കൂതറ സിനിമയെന്ന് പറഞ്ഞില്ലേ, 2000 കോടി പോകൂടാ, 2500 കോടിയും പോവും, 5000 കോടി കളക്ട് ചെയ്യേണ്ട പടം പോകൂടാ. ഇനിയും ഇതുപോലത്തെ പ്രോജക്റ്റുകൾ ഉണ്ടാവൂടാ. $1000 കോടി ഇന്ത്യയിൽ സിനിമ ചെയ്യൂടാ. അന്ന് നീ കൂതറ എന്ന് പറയും. ഞാൻ ജീവിച്ചിരുന്ന ഇതുപോലെ നിൻ്റെയൊക്കെ മുമ്പ് വരും. ഓർമ്മിക്കുക. ഇനിയും ബാക്കി കിടക്കണേ. അടുത്ത എപ്പിസോഡിൽ കാണാം. 10-22 മിനിറ്റായി. പ്രിയ എൻ്റെ പ്രേക്ഷകരെ, ഞാൻ 5% പ്രേക്ഷകരെ, 95 പേരും പോ. നിങ്ങൾക്ക് താല്പര്യം വണ്ടി വിട്ടു പോ. 5% പ്രേക്ഷകരെ, നിങ്ങളാണ് എൻ്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ ഇനിയുള്ള ലോകത്തിൻ്റെ നിലനിൽപ്പ്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയറും പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഞാൻ പുറത്തേക്ക് പോകുന്നു, ഉടനെ അകത്തേക്ക് വരും. സൈനിങ് ഓഫ്, നോബക്സോളോ.